ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. തീർച്ചയായിട്ടും നമ്മൾ റമദാൻ വരുന്നതിന് മുന്നേ നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുചിയാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും കൂടെ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് വ്രതാരംഭത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണ ചെയ്ത ചില ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കണം. അപ്പോൾ ഇത്തവണ ഞാൻ ലെമൺ ജ്യൂസിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ചതച്ചിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ലെമൺ ക്യൂബ്സ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കോഫി ക്യൂബ്സും കൂടെ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല കടുപ്പത്തിലൊരു കോഫി തയ്യാറാക്കുക. ഇതിൽ ഷുഗർ യൂസ് ചെയ്യരുത്. എന്നിട്ടിത് നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമ്മൾ ലെമൺ ചെയ്ത പോലെ തന്നെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെമൺ ക്യൂബ് അതുപോലെ തന്നെ കോഫി ക്യൂബ്, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അത്തരത്തിലുള്ള ക്യൂബ്സൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ട് കലക്കി, ഇതിപ്പോൾ ലെമൺ ക്യൂബ് ആണെങ്കിൽ അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അതല്ല കോഫി ക്യൂബൊക്കെ ആണെങ്കിൽ പാൽ യൂസ് ചെയ്തിട്ട് കോഫി മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ക്യൂബ്സ് എല്ലാം ഞാൻ നല്ലൊരു സിപ്പ് ലോക്ക് കവറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാലും മതി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നട്ട്സ് പൗഡർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പിസ്ത, ബദാം, വാൾനട്ട്, ഇത് മൂന്നും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഇപ്പോൾ ഇല്ല. കാഷ്യൂനട്ട് കിട്ടുന്ന സമയത്ത് അതും ഇതുപോലെ പൗഡർ ആക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര നട്ട്സ് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നല്ല പൗഡർ രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നട്ട്സ് പൗഡർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് പൗഡർ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബദാമും അതുപോലെ തന്നെ പിസ്തയും നമുക്ക് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ വാൾനട്ടും പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഓയിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിക്സിയുടെ പൾസ് ബട്ടൺ പെട്ടെന്ന് സ്പീഡിൽ ജസ്റ്റ് കറക്കിയെടുക്കുക. ഒരുപാട് സമയം നമ്മളത് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് വന്നിട്ട്
നമുക്ക് കറക്റ്റ് ഇതുപോലെ പൗഡർ രൂപത്തിൽ കിട്ടണം എന്നില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3 പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അടച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതതിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നമ്മൾക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒട്ടുമിക്ക പേരും ചെയ്ത് വെക്കുന്ന ഒരു ടിപ്പാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ റമദാനിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക സ്നാക്സ് ആണെങ്കിലും അതല്ല കറികളാണെങ്കിലും ഒക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ റെസിപ്പിയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുമുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നനവില്ലാത്ത ഒരു കുപ്പിയിൽ, പ്രത്യേകിച്ച് ഗ്ലാസ് ജാറിലാണ് ഏറ്റവും ബെറ്റർ, ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ഉപയോഗിക്കുന്ന സമയത്ത് നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് എടുക്കുക. അപ്പോൾ അത് കൂടുതൽ ദിവസം നിങ്ങൾക്ക് കേടാവാതെ ഇരിക്കും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തൊലി കളഞ്ഞത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ തുടച്ചൊരു കവറിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മൾ ഒട്ടുമിക്ക സ്നാക്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ബ്രെഡ് കട്ട് ചെയ്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ തീയിലൊന്ന് ചൂടാക്കിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നല്ല ക്രിസ്പി ആവുന്നൊരു പരുവത്തിലെത്തുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് അത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കണം. ഗരം മസാല, അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി. ഇത് മൂന്നുമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ഞാൻ ചെറിയ തീയിൽ ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് പൗഡറാക്കി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണോ ഇല്ലാത്തത് അത് നോക്കിയിട്ട് പൊടിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഓടി നടന്ന് പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ബോട്ടിലിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മളത് ഫില്ല് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും.
നോമ്പ് പ്രമാണിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരുവിധം ഉള്ളതെല്ലാം ഇതുപോലെ അതിൻ്റെ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇട്ട് വെക്കുന്ന ബോട്ടിലുകളിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് പഞ്ചസാര, ഉപ്പ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തുടച്ച് അതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം ഉപ്പും പഞ്ചസാരയൊക്കെ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള വേപ്പില, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേപ്പില കിട്ടാൻ നല്ല പ്രയാസമാണ് ഇവിടെ. അപ്പോൾ കിട്ടിയ വേപ്പില അത്ര വലിയ ഗുണമുള്ളതൊന്നും അല്ല, എങ്കിൽ പോലും ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഈ നെട്ടിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് അത് നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ ഒത്തിരി ദിവസം നമുക്കത് കേടാവാതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടാവാതിരിക്കും. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ കിച്ചണിലെ പ്രിപ്പറേഷൻസൊക്കെ കുറച്ച് കഴിഞ്ഞു. ഇനി ചെറിയ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഡോറൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അതിനൊരു നല്ല പോളിഷിങ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഞാനൊരു മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പ്രെഡിങ് ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോറ് ക്ലീൻ ചെയ്യുന്നത്. മരത്തിൻ്റെ എന്ത് ഫർണിച്ചർ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോളിഷൊക്കെ ചെയ്ത പോലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ അടുത്തുള്ള വാളൊക്കെ ഒന്ന് ശരിക്ക് കഴുകണം. അപ്പോൾ അവിടെ പിടിച്ചിട്ടുള്ള ഈ ചെളിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിനീഗറും അതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ടൈൽസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ ഈ മിക്സ് ബ്രഷിലാക്കിയതിന് ശേഷം ഈ ടൈൽസിൻ്റെ ഇടയിലുള്ള ഈ പാട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിനകത്തുള്ള ആ ചെളിയൊക്കെ പുറത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് കുറച്ച് പ്ലേസേ ഉള്ളൂ, എന്നാലും നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എനിക്ക് സ്വയം ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്ലീനിങ് പാർട്ടാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഡേറ്റി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു നോമ്പൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്യാല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ കുറേ സ്ക്രബ് ചെയ്തു, ലിക്വിഡൊക്കെ യൂസ് ചെയ്ത് ഉരച്ച് ഒത്തിരി സമയം എടുത്തിട്ടാണ് ഇത് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. എന്തായാലും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് ഈ ഫാൻ എടുത്തിട്ട് ഇതിനകത്തുള്ള പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല ഡസ്റ്റാണ് ഇതിനകത്ത് നിറയെ. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ മുന്നൊരുക്കങ്ങൾ. നിങ്ങളും ഇതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു മനസ്സോടുകൂടെ ഈ പുണ്യമാസത്തെ വരവേൽക്കുക, പറ്റുന്നത്ര മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ DND ടേസ്റ്റ് ആൻഡ് ടോക്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും റമദാൻ കരീം.